അങ്കോലയിൽ മണ്ണിനടിയിൽ കുടുങ്ങിയ അർജുനായുള്ള തെരച്ചിൽ ഇപ്പോൾ ഏറ്റവും ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ലോറി അകപ്പെട്ട സ്ഥലം, അതിൽ ഏറ്റവും പുതിയ ലൊക്കേഷൻ കണ്ടെത്തിയിട്ടുണ്ട്. മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇക്കാര്യം 24 അല്പസമയം മുൻപ് സ്ഥിരീകരിച്ചു. ഇപ്പോൾ അവിടെ പരിശോധന നടത്തുകയാണ്. GPS ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് മണ്ണ് കുഴിച്ചുള്ള പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നു. അവിടെ സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഏറ്റവും ആശ്വാസകരമായ ഒരു വിവരമുള്ളത് ലോറി പുഴയിലേക്ക് വീണിട്ടില്ല എന്നുള്ളതാണ്. അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഭാഗത്തിൻ്റെ എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ? എക്സ്പ്ലെയിനറുമായി സുഹൈൽ ഉണ്ട് തത്സമയം. സുഹൈൽ, ഈ ഒരു ടെറൈനെ നമുക്ക് എങ്ങനെയാണ് വിശദീകരിക്കാൻ കഴിയുക? ഇതൊരു പുഴ അവിടെയുണ്ട്, ആ പുഴ ഇപ്പോൾ കരകവിഞ്ഞൊഴുകുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ കനത്ത മഴ പെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടുതൽ ആശങ്കയായി മാറുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പുഴയിൽ വീണിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും ഇപ്പോഴും ആ മണ്ണൊക്കെ കുതിർന്നു കിടക്കുന്നു എന്നൊക്കെയുള്ളത് അത് വളരെ സെൻസിറ്റീവായൊരു മേഖല എന്ന തരത്തിലേക്ക് തന്നെ വേണ്ടേ വിലയിരുത്താൻ? അനുജ, ഈ ടെറൈൻ്റെ ഒരു പ്രത്യേകതയിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ഒരു ആശ്വാസ വാർത്തയിലേക്കാണ് ആദ്യം. പൊതുവെ ഈ മണ്ണിടിച്ചിലുണ്ടായ അപകടങ്ങളിൽ ഈ രക്ഷാപ്രവർത്തകരെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് ആളുകളെ ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ പ്രതിസന്ധി നമുക്ക് ഈ ദുരന്തത്തിൽ, ഈ രക്ഷാപ്രവർത്തനത്തിൽ ആ പ്രതിസന്ധി ചെറിയ രീതിയിലെങ്കിലും നീങ്ങിയെന്ന ആശ്വാസ വാർത്ത വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് ഗതാഗത മന്ത്രി അവിടുത്തെ ജില്ലാ കളക്ടർ അയച്ചു കൊടുത്ത ലൊക്കേഷനാണ്. ഈ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന തുടരുന്നത്. നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതാണ് യാന കർവ റോഡാണ്. ഇതൊരു 4 വരി പാതയാണ്. ഈ 4 വരി പാത ഈ ഒരു സ്ഥലത്തിന്, നേരത്തെ അനുജ പറഞ്ഞതുപോലെ ഈ സ്ഥലത്തിന് ടെറൈനിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ വിശാലമായി കിടക്കുന്ന കുന്നാണ് ഈ റോഡിൻ്റെ ഈ സൈഡിൽ. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഗംഗാവലി റിവറാണ്. അതായത് ഇത് ഈ കർണാടകയുടെ പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് ഒഴുകി വരുന്ന റിവറാണ്. അങ്ങനെ ഈ പുഴ, ഈ ഗംഗാവലി പുഴ ഒരു സൈഡിൽ, മറു സൈഡിൽ ഒരു വലിയ വിശാലമായി കിടക്കുന്ന ഒരു മലഞ്ചെരുവ് അല്ലെങ്കിൽ കുന്ന്. ഈ യാന കാർവ റോഡിലെ 4 വരി ദേശീയ പാതയുടെ ടെറൈൻ ഇങ്ങനെയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പടിഞ്ഞാറൻ മേഖലയിൽ വലിയ രീതിയിൽ മഴ പെയ്യുകയും അതിനോടനുബന്ധിച്ച് ചൊവ്വാഴ്ച ഉണ്ടായ മണ്ണിടിച്ചിലാണ് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഈ മണ്ണിടിഞ്ഞ് ഇവിടെ വലിയ രീതിയിൽ മൺകൂനകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ചുവന്ന ലൊക്കേഷൻ, ഈ ലൊക്കേഷനാണ് നമ്മുടെ അർജുനും ലോറിയും കിടക്കുന്ന ലൊക്കേഷൻ. ഈ ലൊക്കേഷൻ നമുക്ക് കിട്ടാൻ കാരണം ഈ ലോറി, അർജുൻ ഉപയോഗിച്ചിരുന്ന ലോറിയിൽ GPS ഉണ്ടായിരുന്നു. ഈ GPS പുഴയിലേക്ക് ലോറി പോവുകയാണെങ്കിൽ GPS വർക്ക് ചെയ്യില്ല, സാങ്കേതികമായി GPS വർക്ക് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ആ GPS ഇപ്പോഴും കോൺസ്റ്റൻ്റായി ഈ ലൊക്കേഷൻ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിലെ ഈ മണിക്കൂറിലെ ഏറ്റവും ആശ്വാസകരമായ വാർത്ത. അതിനർത്ഥം പുഴയിലേക്ക് ലോറി പോയിട്ടില്ല, ഈ കാണുന്ന ലൊക്കേഷനിൽ അർജുനും ലോറിയും ഉണ്ടെന്നാണ്. അതായത് രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി എളുപ്പമാകുന്നു. ആളെവിടെ എന്ന് രക്ഷാപ്രവർത്തകർക്ക് മനസ്സിലാക്കിക്കൊണ്ടൊരു തെരച്ചിൽ നടത്താനാകും. നേരത്തെ കെ ബി ഗണേഷ് കുമാർ മിനിസ്റ്റർ പറഞ്ഞതുപോലെ ഈ ലൊക്കേഷൻ കോൺസ്റ്റൻ്റ് ആണ്, പക്ഷെ അതിൽ ചെറിയ ആക്യുറേറ്റ് ആയിരിക്കില്ല. ചിലപ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ചെറിയ വ്യത്യാസം എന്ന് പറയുമ്പോൾ അതൊരു 10-20 മീറ്റർ വ്യത്യാസം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോക്സിമേറ്റ് ഏരിയയിൽ തിരച്ചിൽ നടത്തിയാൽ അർജുനെയും ലോറിയും കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയാണ് രക്ഷാപ്രവർത്തകർക്കുള്ളത്. ഈ ലൊക്കേഷൻ നമ്മുടെ കെ ബി ഗണേഷ് കുമാർ മിനിസ്റ്റർ ജില്ലാ കളക്ടർക്ക് അയച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് ഈ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ്. സ്വാഭാവികം ഒരു വലിയ ഈ കുന്നിടിഞ്ഞത് കൊണ്ട് തന്നെ വലിയ മൺകൂനയാണ് റോട്ടിലുള്ളത്. ഈ മൺകൂന നീക്കി വേണം ഈ അർജുനെയും ലോറിയും പുറത്തെടുക്കാൻ. അപ്പം ആദ്യം ചെയ്യുന്ന കാര്യം ഈ ഒരു പ്രോക്സിമേറ്റ് ഏരിയ എടുത്തുകൊണ്ട് ഇവിടെയുള്ള മണ്ണ് JCB ഹിറ്റാച്ചി ഉപയോഗിച്ച് ടിപ്പറിലൊക്കെ മാറ്റിക്കൊണ്ട് മണ്ണ് നിൽക്കുകയാണ്. രണ്ടാമത് നമ്മൾ സോഫിസ്റ്റിക്കേറ്റഡ് ആയ ഒരു മെഷീനറീസ് ഉപയോഗിക്കുന്നതിനാൽ ഈ മെറ്റൽ ഡിറ്റക്ടർ 20 അടിയോളം താഴ്ചയിലേക്ക് ആളുകളെ അല്ലെങ്കിൽ മെറ്റൽ ഡിറ്റക്ട് ചെയ്യുന്ന ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ളൊരു പരിശോധന നടക്കുന്നു. അങ്ങനെ സാധ്യമായത് എന്തെല്ലാം അതെല്ലാം ഉപയോഗിച്ചുകൊണ്ടൊരു പരിശോധന ഈ ഒരു ഏരിയയിൽ നടക്കുന്നു. ഈ ഒരു ഏരിയ എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ കോർ ഏരിയ ഇതാണ്. GPS, അതായത് ആ ലോറിയുടെ GPS കോൺസ്റ്റൻ്റായി നിൽക്കുന്നതിനർത്ഥം ഈ ലോറി ഇതിനടിയിലുണ്ട്, വെള്ളത്തിലേക്ക് പോയിട്ടില്ല എന്നാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്ത. ഈ ഒരു പ്രോക്സിമേറ്റ് ഏരിയ 10-20 മീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആകും. അതുകൊണ്ട് തന്നെ ആക്യുറേറ്റായി ഇവിടെ അല്ലാതെ ഇതിനോട് അടുപ്പിച്ചുള്ള ഈ പ്രോക്സിമേറ്റ് ഏരിയയിൽ ഒരു പരിശോധനയാണ് ഈ ഘട്ടത്തിൽ തുടരുന്നത്. ഈ പരിശോധന തന്നെയാണ് ഏറ്റവും പ്രതീക്ഷ നൽകുന്നത്. അതിനപ്പുറത്തേക്ക് നേരത്തെ നമ്മൾ അറിഞ്ഞതുപോലെ NDRF ഒക്കെ ആയിരുന്നു പരിശോധന നടത്തിയത്. ഇപ്പോൾ നാവികസേന ഇവിടെ എത്തിയിട്ടുണ്ട്. നാവികസേനയിൽ ഡൈവേഴ്സ് അടക്കമുള്ള ആളുകളുണ്ട്. ഈ ഒരു സംഘം ഇവിടെ പരിശോധന നടത്തുമ്പോൾ സമാനമായ രീതിയിൽ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ്, നമ്മൾ ഈ കാണുന്ന പോലെ മണ്ണിടിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മൾ ഈ ഗംഗാവലി റിവർ ഉള്ളത്. ഗംഗാവലി റിവർ പടിഞ്ഞാറ്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, പടിഞ്ഞാറൻ ഭാഗത്താണ് ഒഴുകി വരുന്നത്. ഈ മേഖലയിലൊക്കെ വലിയ മഴ ഇപ്പോഴും തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഇവിടെ ഒഴുക്ക് കൂടുതലാണ്. അതേപോലെ ഇവിടെ ഇനിയും മണ്ണിടിയാനൊരു സാധ്യതയുണ്ട്. നമുക്കറിയുന്ന പോലെ തുടർച്ചയായി മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കുൻപ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മഴക്കാലത്തല്ലാത്ത സമയത്തും ചെറിയ രീതിയിൽ അരുവികളൊക്കെ ഒഴുകി വരുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ എവിടെ ഒരു സോഴ്സ് ഓഫ് വാട്ടർ ഇവിടെ ഉണ്ട്, ഈ ഏരിയയിലുണ്ട്. ഇപ്പോൾ ഈ മഴ കൂടി ശക്തമാകുന്നതോടെ വലിയ രീതിയിലൊരു ഒഴുക്കുണ്ടാകുന്നു. മണ്ണിടിയാൻ ഇനിയും സാധ്യതയുണ്ട്. അതൊരു വലിയ പ്രതിസന്ധിയാകും. കാരണം മഴ ഒരു പ്രതിസന്ധി, രണ്ടാമത് തുടരുന്ന മഴയിൽ കുന്നിടിയാനൊരു പ്രതിസന്ധി, ഒപ്പം ചെറിയ രീതിയിൽ കോട, അങ്ങനെ ചെറിയ പ്രതിസന്ധി. അതിനപ്പുറത്തേക്ക് ആശ്വാസ വാർത്ത, നമ്മൾ ലൊക്കേറ്റഡ് ആണ്, ആളെവിടെ എന്ന കാര്യം ഈ പ്രോക്സിമേറ്റ് ഏരിയ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ ഏരിയ കേന്ദ്രീകരിച്ചുള്ള പരിശോധന അതാണ് ഇപ്പോൾ തുടരുന്നത്.
അതെ, അതാണ് ലോറി എവിടെ എന്നുള്ളത് അതിന്റെ ഏറ്റവും പുതിയ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പുഴയിലേക്ക് വീണിട്ടില്ല എന്നത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ നിമിഷത്തിലെ ഏറ്റവും ആശ്വാസകരമായ വാർത്ത.